2017 ചെറൂർ എത്തിങ്കാന ഹൈസ്കൂളിലെ SPCയുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. അതിൻ്റെ അതിമനോഹരമായ ചില ദൃശ്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും ഉള്ള യുവജനങ്ങളെ വാർത്തെടുക്കുക, അവരെ സ്വന്തം കടമകളെയും ഉത്തരവാദിത്വത്തെയും കുറിച്ച് ബോധവാന്മാരാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് 2010 കേരള സ്റ്റേറ്റ് പോലീസിൻ്റെ നേതൃത്വത്തിൽ തുടക്കമിട്ട പദ്ധതിയാണ് SPC. സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കുറക്കുക, കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുക, ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസ്യത നിലനിർത്തുക എന്നിവയാണ് കുട്ടി പോലീസിൻ്റെ തത്വങ്ങൾ. പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും മികച്ച പ്ലാറ്റ്ഫോം കമാൻഡർ, ആൺകുട്ടികളുടെ മികച്ച പ്ലാറ്റ്ഫോം കമാൻഡർ അക്ഷയ് സിംഗ്, എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു സർ. ഗേൾസ് മികച്ച പ്ലാറ്റൂൺ കമാൻഡർ ഹർഷ പിടിയെ ഉപഹാരം. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിന പരേഡിലും റിപ്പബ്ലിക് ഡേ പരേഡിലും നമ്മുടെ പ്ലാറ്റൂണിനെ നയിച്ച കുട്ടികളാണ് ഈ പ്ലാറ്റൂൺ കമാൻഡേഴ്സ് ഹർഷ പിടി. താങ്ക് യു സർ. ബെസ്റ്റ് പെർഫോമൻസിനുള്ള അവാർഡ് അർഹമായിട്ടുള്ളത് ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് അർഹയായിട്ടുള്ള ഫർഹാന ഷെരീഫ് അനിൽകുമാർ സാറാണ്. സാറെ സ്വാഗതം ചെയ്യുന്നു. സാറെ പിന്നെ SPC നമ്മുടെ സ്കൂളിലെ SPC ഏകദേശം 4 വർഷമായിട്ട് ഇതിൻ്റെ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നു.
സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രത്തോളം പ്രയോജനകരമാണ്? സ്കൂളുകളിലെ SPC വളരെയധികം ഗുണപ്രദമാണ്. അച്ചടക്ക നിയന്ത്രണത്തിനും അതേപോലെ ലഹരി നിർമ്മാർജ്ജനത്തിനും വേണ്ടിയുള്ള ബോധവൽക്കരണത്തിനും മറ്റുമൊക്കെ SPC കുട്ടികൾ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി SPCയുടെ കാഡറ്റ്സുകളാണ് ഇവിടെ നിൽക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. അഗതി മന്ദിരങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ, അതേപോലെ തന്നെ ലഹരി വിമുക്ത പരിപാടികൾ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിവിധ ഇനങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവർക്ക് നൽകാൻ സാധിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ശ്രീലക്ഷ്മി ടീച്ചർ ചെറൂർ ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റാണ്, ഇതിൻ്റെ SCP ആണ്. ടീച്ചറോട് ചോദിക്കാനുള്ളത്, ഇവിടെ സമൂഹത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. SPC സംവിധാനം വന്നതോടുകൂടി സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും സ്കൂളിലെ പെൺകുട്ടികൾക്ക് ഇതിന് എങ്ങനെ ഗുണപ്രദമാവും എന്ന കാര്യത്തിലാണ് ചോദ്യം. സ്കൂളിലെ SPC കേഡറ്റില് ഇപ്പോൾ ഗേൾസ് ആയാലും അവർ 2 വർഷത്തെ ട്രെയിനിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ഫുൾ കോൺഫിഡൻസോടെ പറയാൻ പറ്റും അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. അവർക്ക് ഒരു കാഡറ്റ് എന്നല്ല, ഒരു പെൺകുട്ടിക്ക് ആദ്യം വേണ്ടത് എന്താണ് ശരി, എന്താണ് തെറ്റുള്ള സംഭവത്തിനോട് നോ എന്ന് പറയാനുള്ള ഒരു ധൈര്യം. അതെന്തായാലും എനിക്ക് 100% പറയാൻ പറ്റും SPC കാഡറ്റ്സിന് അത് ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ട്രെയിനിങ് സംവിധാനം ഒന്ന് വിശദീകരിക്കും. ട്രെയിനിങ് സംവിധാനം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോലീസ് ട്രെയിനിങ് 10 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ യഥാർത്ഥ പോലീസുകാർ തന്നെയാണ് ഇതിന്റെ ട്രെയിനിങ് നൽകുന്നത്. പോലീസിന്റെ ട്രെയിനിങ്ങിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കരിക്കുലം തന്നെയാണ് ഇവർക്കും ഇവിടെയും കരിക്കുലം. എന്ന് വെച്ചാൽ ഒരു പോലീസുകാരൻ 10 മാസം കൊണ്ട് കഴിയുന്ന കഠിനമായ ട്രെയിനിങ്ങിന്റെ എല്ലാ വിഭാഗം ഘടകങ്ങളും ഇവരുടെ SPC പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കഴിഞ്ഞ സമയങ്ങളിലായി മികച്ച ട്രെയിനിങ് നൽകി വേങ്ങര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ, നമ്മുടെ SPCയുടെ ഡ്രിൽ ഇൻസ്പെക്ടർ രാജേഷ് സർ ഇവിടെയുണ്ട്. യത്തീംഖാന ഹൈസ്കൂളിൽ കഴിഞ്ഞ 2 വർഷത്തെ ചിട്ടയാർന്ന ട്രെയിനിങ്ങിന് ശേഷം 2 പ്ലാറ്റൂണുകൾ ഇന്ന് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. തീർച്ചയായിട്ടും നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള, അച്ചടക്കമുള്ള നല്ല തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് SPCയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഞങ്ങളുടെ കാഡറ്റ്സുകൾ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ഇവരുടെ സഹായം ഇനി സമൂഹത്തിന് തീർച്ചയായും ഉണ്ടായിരിക്കുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങളെല്ലാവരും മികച്ച ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ്. അതിനൊക്കെ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ്മാസ്റ്റർ KG അനിൽകുമാർ സാറ്, ഇതിന്റെ നിയന്ത്രണമുള്ള നിസാർ അഹമ്മദ്, അതേപോലെ തന്നെ ശ്രീലക്ഷ്മി ടീച്ചർ, ഇപ്പോൾ രജീഷ് സാറ് തുടങ്ങിയ അധ്യാപകരുടെ മികച്ച കൂട്ടായ്മയാണ് ഈ ക്യാമ്പസിൽ ഉള്ളത്. ഭാവി വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പ്ലാറ്റൂണുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ക്യാമറാമാൻ ഷാജി പൂതിയരുടെയൊപ്പം ഫൈസൽ കോട്ടക്കൽ. താങ്ക് യു.